ഇത് സെല്ല് ചെയ്തതല്ല, അവർ ചോദിക്കുന്ന ഇൻവോയ്സ് ആണ്. ഇത് ഇൻവോയ്സ് ഇല്ലാത്ത ഫോണുകളാണ്. 30% ടാക്സ് അടയ്ക്കാനുള്ള ഇതുണ്ട്, പ്രൊവിഷൻ ഉണ്ട്. ഈ ടാക്സും ഡ്യൂട്ടിയും കൊടുത്ത് ഷോപ്പിൽ പോയി വാങ്ങിച്ച ആൾക്കാർ പൊട്ടന്മാരാണോ? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ റൂൾ. തിരിച്ചു കൊടുക്കാൻ പോകുന്ന ഈ ഈ 2 ഫോണിൻ്റെ 50,000 രൂപ ഞാൻ വെറുതെ കൊടുത്തു, വെറുതെ ഒരു കാര്യവും ഇല്ലാതെ റിട്ടേൺ കൊടുക്കാനുള്ള ഫോണിന്. അത് അങ്ങനെയാണ് ബ്രോ, നമ്മൾ വെറുതെ അല്ല, അതൊരു ടാക്സ് ആണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക തന്നെ വേണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി അടച്ചിരിക്കണം. അതൊരു നിയമമാണ്. അത് ബ്രോയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. അതിപ്പോ 50,000 രൂപയ്ക്ക് മുകളിലുള്ള വാല്യൂ ഉള്ള ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും എന്ത് തന്നെ സാധനമാണെങ്കിലും നമ്മൾ ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ് ആ ഒരു നിയമം ഉള്ളത്. ഇപ്പൊ ബ്രോ പറയുന്നത് എസ്പെഷ്യലി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇൻവോയ്സ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇറ്റ്സ് എ ക്ലിയർ കേസ്. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ടാക്സ് അടച്ച് തന്നെ വേണം കൊണ്ടുവരാൻ. ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ US അവര് 50% ടാക്സ് ആണ് ഇന്ത്യയായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ അവരോ ആഡ് ചെയ്തേക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് US സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 50% ടാക്സ് അടച്ചിട്ട് വേണം അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഒരു രാജ്യത്ത് ഒരു റൂൾ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം. അതൊരു പേഴ്സണൽ ആയിട്ട് കൊണ്ടുപോവാണെങ്കിലും നമ്മൾ എക്സ്പോർട്ടായിട്ട് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിലും ഈ സെയിം കാര്യം തന്നെ ചെയ്യണം. അതായത് ഇനിയിപ്പോ ബ്രോ പറഞ്ഞു ബ്രോയുടെ പ്രൊമോഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രോയുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ തന്ന ഫോണാണ്. പക്ഷെ ഈ ഫോൺ കിട്ടിയത് ബ്രോയ്ക്ക് ദുബായിലാണ്, അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്താണ് ഈ ഫോൺ കിട്ടിയത്. അപ്പൊ ആ ഫോൺ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ക്ലിയർ കേസ്. അതായത് ഒരു കസ്റ്റംസ് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു സിറ്റുവേഷനിലാണ് ബ്രോയ്ക്ക് ഈ ടാക്സബിളിന്റെ ഒരു കേസ് വന്നത്. അപ്പം 50,000 രൂപയ്ക്ക് വേർത്തുള്ള ഫോണുകളാണ് ബ്രോയുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന് അവർക്ക് ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഇപ്പം ഐഫോൺ ഇന്ത്യയിൽ നോർമലി ഐഫോൺ ഇന്ത്യയിൽ ഒരാൾ വാങ്ങിക്കുവാണെങ്കിൽ അയാൾ നോർമൽ പുറത്ത് കിട്ടുന്ന ഒരു ഐഫോണിന്റെ പ്രൈസിന് ആയിരിക്കത്തില്ല അത് വാങ്ങിക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി ടാക്സ് എല്ലാം അടച്ചതിന് ശേഷമായിരിക്കും ഇന്ത്യയിലെ ഒരു സ്റ്റോറിൽ ഒരാൾ പോയിട്ട് ഐഫോൺ വാങ്ങിക്കുന്നത്. അപ്പം അത്രയും രൂപ കൊടുത്ത് ഒരാൾ വാങ്ങിക്കുന്ന ഐഫോണ് ബ്രോ, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഐഫോൺ, അതുപോലെ തന്നെ ഏത് ഫോണായാലും പുറത്തൊരു രാജ്യത്തു നിന്ന് ഇത്രയും ഡ്യൂട്ടി ഇമ്പോർട്ട് ഒന്നും ടാക്സ് കൊടുക്കാതെ വാങ്ങിച്ച ഒരു ഫോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. ഇൻ കേസ് ഇവിടുന്ന് നമ്മൾ ടാക്സ് ഫയൽ ചെയ്ത് വാങ്ങിച്ച ഒരു ഫോൺ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓരോ യാത്ര ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അതായത് എന്റെ കയ്യിൽ ഇത്ര സാധനങ്ങളുണ്ട്, ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നത്, തിരിച്ചു വരുമ്പോൾ ഈ ഡിക്ലറേഷൻ ഫോം മതി നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടുപോയ സാധനങ്ങൾ എന്റെ പേഴ്സണൽ സാധനങ്ങളാണെന്ന് പറഞ്ഞ് കാണിക്കാൻ. പക്ഷെ മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് അവിടുന്ന് വാങ്ങിച്ച ഒരു സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ടാക്സും ഡ്യൂട്ടിയും കൊടുത്ത് ഷോപ്പിൽ പോയി വാങ്ങിച്ച ആൾക്കാർ പൊട്ടന്മാരാണോ? അതായത് ആ ഒരു ഇതാണ് ശരിക്കും പുറത്തുനിന്ന് ഒരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഡ്യൂട്ടി ഫയൽ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ. സത്യം പറഞ്ഞാൽ 50,000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ വലിയ എമൗണ്ട് ആണ്. പ്രോയ്ക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ടാക്സ് അടയ്ക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് അത് ചെറിയ കാര്യമല്ല, ഇറ്റ്സ് വെരി ബിഗ് ലോസ്. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. ആസ് എ പേഴ്സൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊക്കെ നോക്കുവാണെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അത്. അതിൽ ഞാൻ ഒട്ടും ഇത് പറയുന്നില്ല. പക്ഷേ ഒരു രാജ്യത്ത് ഒരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ ബ്രോയ്ക്ക് ഒരു ക്ലിയർ പിക്ചർ ആയി കാണുമല്ലോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന്. ഇനി ബ്രോ എന്തായാലും അത് ചെയ്യില്ല. അതുപോലെ തന്നെ ബ്രോ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഇനി ഇത്രയും പേര് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടി ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസർ ചെയ്യേണ്ടത്. അല്ലാണ്ട് എനിക്ക് പൈസ പോയി അതുകൊണ്ട് ഇതൊരു മൂഞ്ചി സിസ്റ്റമാണ്. യെസ്, ഓഫ് കോഴ്സ് മൂഞ്ചി സിസ്റ്റമാണ്. അപ്പോ ആ ഒരു സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് മാറ്റം വരുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ല എനിക്ക് ഇത്രയും പൈസ പോയി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. അതൊരു നിയമമാണെങ്കിൽ നമ്മൾ അത് പാലിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ എനിക്കൊരു ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 2 അനുഭവങ്ങൾ ഉണ്ടായിട്ട് ആ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത്, എനിക്ക് ഹാം റേഡിയോ അല്ലെങ്കിൽ വയർലെസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഐ എം ലൈസൻസ്. ഈ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ചൈനയിൽ നിന്ന് ഒരു വയർലെസ് ഡിവൈസ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് കസ്റ്റംസിൽ വന്നു, അവരെനിക്ക് നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് വന്ന പ്രകാരം ഞാൻ അവിടെ ഓഫീസിൽ ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ സാധനം തന്നുവിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻ അടച്ചിട്ട് ഇത് സാധനം റിട്ടേൺ കയറ്റി വിടും. അതായത് നമുക്ക് പൈസയും കിട്ടില്ല, സാധനം കിട്ടില്ല, ഫൈനും അടക്കേണ്ടി വരും. അപ്പം ഞാൻ ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് വലിയ പൈസ ഒന്നും അടക്കേണ്ടി വന്നില്ല. 1,500 രൂപയ്ക്കകത്ത് നമ്മൾ ഫൈൻ അടച്ചു, സാധനം തിരിച്ചു കയറ്റി വിട്ടു. എനിക്ക് സാധനം കിട്ടിയില്ല. അപ്പൊ അതെന്റെ ഒരു ഫസ്റ്റ് കേസാണ്.
അന്നേരമാണ് ഞാൻ ഇങ്ങനെ ഒരു കസ്റ്റം ഡ്യൂട്ടിയെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റൂളുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. 2, ഞാനൊരു IT കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് യൂസ്ഡ് ചെയറുകൾ വാങ്ങിക്കേണ്ട ആവശ്യം വന്നായിരുന്നു. അപ്പൊ ഞാൻ OLX നോക്കി ഒരു വണ്ടി വിളിച്ച് നേരെ സ്ഥലത്ത് വിട്ടു. അവിടെ ചെന്ന് സാധനം എടുത്ത് വരുന്ന വഴി MVD കാണിച്ചു നിർത്തി. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഇത് ഇന്നടത്തോട്ട് കൊണ്ടുവന്നതിന് നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടോ? അവരെ സംബന്ധിച്ച് ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാധനം, എന്ത് പുതിയ സാധനമാണെങ്കിലും പഴയ സാധനങ്ങളായാലും, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ വണ്ടിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ MVDയിൽ നിന്ന് എടുത്ത ഒരു അപ്രൂവൽ, അല്ലെങ്കിൽ നമ്മൾ GSTയിൽ ടാക്സ് ഫയൽ ചെയ്തതിന്റെ ഒരു പേപ്പർ വേണം. അതായത് യൂസ്ഡ് സാധനമാണെങ്കിൽ പോലും നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു ഇൻവോയ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അതൊരു ഇന്റിമേറ്റ് ചെയ്യണം. ആ ഒരു ഓർഡറും കൊണ്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ ഒരു നിയമത്തെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും അന്നത് അറിഞ്ഞു, ചെറിയ ഫൈൻ അടച്ചു, കൊണ്ടുപോയി. അപ്പം ഇതൊക്കെ നമുക്ക് ഓരോ ലേണിങ്സ് ഉണ്ട്. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മേ ബി നമുക്ക് ആദ്യമായിട്ട് അറിയാത്ത മിസ്റ്റേക്ക് സംഭവിക്കാം. അപ്പം അറിയുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പ്രോബ്ലം മനസ്സിലാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യെസ്, യു ആർ റൈറ്റ്. ആക്ച്വലി കസ്റ്റംസ് ഇൻ ഇന്ത്യ ഈസ് ഷിറ്റ്. ഇത് ഇത്ര എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആണ്. ഇത് നമുക്ക് എന്താ പറയാ, ഒന്നുകിൽ ചില കൺസ്ട്രക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് ഒരു നിയമം കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ളവർക്കൊക്കെ പറ്റും. അപ്പം അതൊക്കെയാണ് ട്രൈ ചെയ്യേണ്ടത് ബ്രോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണും വരേക്കും നന്ദി, നമസ്കാരം, ബൈ.